ശിഷ്യത്വം ഫലത്തിലൂടെ. യോഹന്നാൻ 15:8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. കർത്താവിനെ അനുഗമിച്ച അനേക ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒന്നും ശിഷ്യത്വത്തിലേക്ക് വന്നില്ല. രോഗസൗഖ്യത്തിന് വേണ്ടിയും സമാധാനത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി യേശു കർത്താവിനെ അനുഗമിച്ച അനേകായിരം ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ചിലരാണ് ശിഷ്യത്വത്തിലേക്ക് വരുവാൻ മനസ്സ് വെച്ചത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശെടുക്കാത്തവനും അനുഗമിക്കാത്തവനും ശിഷ്യനാകാൻ കഴിയുകയില്ല. കർത്താവിനേക്കാൾ അധികമായി മറ്റെന്തിനെയെങ്കിലും സ്നേഹിക്കുന്നവർക്കും ശിഷ്യനാകാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ക്രൂശെടുക്കാതെ അനുഗമിക്കാതെ കർത്താവിനെ പൂർണ്ണമായും സ്നേഹിക്കാതെ ഫലം കായ്ക്കാൻ കഴിയുമോ? ഫലം കായ്ക്കാതെ ശിഷ്യനാകാൻ കഴിയുമോ? ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുമ്പോൾ നിങ്ങളെ ചൊല്ലി പിതാവ് മഹത്വപ്പെടുകയും ലോകം നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാണെന്ന് അറിയുകയും ചെയ്യും. ഞാനും നിങ്ങളും യഥാർത്ഥമായ ക്രിസ്തീയ ഫലം പുറപ്പെടുവിക്കുമ്പോൾ പിതാവ് നമ്മളെ ചൊല്ലി മഹത്വപ്പെടുകയും ലോകം നമ്മെ കണ്ട് ഇവരാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ നാം വസിക്കുന്ന ഭാരതത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോക്കപ്പിലും ജയിലറുകളിലും ആകുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ പിന്നെയും നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. കർത്താവിന് വേണ്ടി ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ അഥവാ നിന്ദയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ നാം വളരെ ഫലം കായ്ക്കുമ്പോൾ ലോകം നമ്മെപ്പറ്റി യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുകയും പിതാവ് നമ്മെ ഓർത്ത് മഹത്വപ്പെടുകയും ചെയ്യും. ആമേൻ.